السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. വളരെയേറെ ആദരണീയനായ പ്രൗഢമായി ചടങ്ങിൻ്റെ അധ്യക്ഷനും മഹത്തായ ഈ മഖാം ഉൾപ്പെടെയുള്ള സ്ഥാപന സമുച്ചയങ്ങളുടെ അഭിവന്യനായ പ്രസിഡന്റും കൂടിയായ സിദ്ദീഖ് കൂട്ടുമുഖം സാഹിബ്, ഏറെ ആദരണീയനായ വേദിയിലിരിക്കുന്ന കൊല്ലം നായിബ് ഖാദി ഉസ്താദ് അബ്ദുൽ ജലീൽ ബാക്കവി ഉസ്താദ്, വേദിയിലിരിക്കുന്ന അഭിവന്യരായ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, മാന്യാതിഥികൾ, കേരളത്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും വിവിധങ്ങളായ ദേശങ്ങളിൽ നിന്ന് മഹത്തായ ഈ മജ്ലിസിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആത്മീയമായ അനുഭൂതി പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മഹത്തായ സവിധത്തിൽ വന്നണഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഈ ഒരുമിച്ച് കൂടിയത് അവൻ ഏറ്റവും തൃപ്തിയുള്ള ഒരു അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അവന് പൊരുത്തമുള്ള, തൃപ്തിയുള്ള, സച്ചരിതരായ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ അഹ്ലുകാരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ മഹത്തായി സന്ദർഭങ്ങൾ അല്ലാഹു സബബായി സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബക്കാർ, ഉസ്താദുമാർ, വേണ്ടപ്പെട്ടവർ, കഴിഞ്ഞ കാലങ്ങളിൽ മഹത്തായി സംരംഭങ്ങളോട് ചേർന്ന് നിന്ന് അഗൈതവമായ സഹായഹസ്തങ്ങൾ നീട്ടിയ എത്രയോ ആളുകൾ, പ്രത്യേകിച്ച് ഈ മഹത്തായ കുന്നിൻ പ്രദേശത്ത് അസ്ഹാബ് ബദറിൻ്റെ മഹത്തുക്കളുടെ സമീപത്തായി അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാർ, അവരുടെയൊക്കെ പരലോക ദർജയെ അല്ലാഹു ഉയർത്തിക്കൊടുക്കട്ടെ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങളും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ അല്ലാഹു മാറ്റി റാഹത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ എനിക്ക് മുന്നേ പലരും സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ ആത്മീയ ഹർഷ നിമിഷങ്ങൾ ചേർന്ന് നിൽക്കുന്ന മഹത്തായ ഒരു സന്ദർഭത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അഭിവന്യനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ, അല്ലാഹു മഹാനുഭാവന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. തൻ്റെ ഉദ്ഘാടന ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയെ, ഒരു മഹാനെ ആരെങ്കിലും സിയാറത്ത് ചെയ്യുന്നത്, അവിടെ ചെന്നു ചേരുന്നത് അവരുമായിട്ടുള്ള ഹൃദയബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ കുന്നിൻ പ്രദേശത്ത് മാസം തോറും, ചിലർ ദിവസം തോറും, എത്രത്തോളം എന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന ഒരു മനുഷ്യൻ കഴിഞ്ഞ 40 വർഷത്തോളമായി എല്ലാ ദിവസവും മുടങ്ങാതെ കഴിവിൻ്റെ പരമാവധി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് ഈ കുന്ന് കയറുകയും താഴെ ചെരുപ്പഴിച്ച് വെച്ച് വളരെ പ്രയാസപ്പെട്ട് വയോധികനായ മനുഷ്യൻ ഈ കുന്ന് കയറി മക്കാമിൻ്റെ അകത്തേക്ക് കയറാതെ പുറത്തു നിന്ന് അവിടുത്തെ സൗരഭ്യത്തിൽ, ആത്മീയമായ തണലിൽ, മാനസികമായ നിർവൃതി അനുഭവിച്ചുകൊണ്ട് വർഷങ്ങളായി തിരിച്ചു പോകുന്ന ഒരാളെ എനിക്കറിയാം. എനിക്കറിയാത്തവരായി അങ്ങനെ എത്രയോ മനുഷ്യർ നൂറ്റാണ്ടുകളായി, പതിറ്റാണ്ടുകളായി ഈ മഹത്തായ മണ്ണുമായി, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരുമായി ഹൃദയബന്ധം പുലർത്തിപ്പോരുന്നവരാണ്. വർഷത്തിലൊരിക്കൽ ഇതിനെല്ലാം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കൊല്ലം ജുമുഅത്ത് പള്ളി കമ്മിറ്റി, അല്ലാഹു അതിൻ്റെ നേതൃനിരയിലുള്ളവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ പ്രസിഡന്റാണ് എനിക്ക് മുന്നേ സംസാരിച്ച ഈ വേദിയുടെ അധ്യക്ഷൻ കൂടിയായ പ്രിയപ്പെട്ട സിദ്ദീഖ് സാഹിബ്. അദ്ദേഹം സ്വാഭാവികമായ പ്രായാധിക്യത്തിൻ്റെ അവശതകൾ അലട്ടുമ്പോഴും ഈ സംരംഭത്തോട്, നമ്മുടെ സ്ഥാപനത്തോട്, ഇവിടെയുള്ള വിദ്യാർത്ഥികളോട്
ഇവിടെയുള്ള മഹത്തുക്കളോട് അനൽപമായ ഹൃദയബന്ധം പുലർത്തി പോരുന്നവരും ഇവിടെ ആത്മീയമായ ഉണർവുണ്ടാകണമെന്നും ഈ ഉണർവിൽ ഈ നാടും ഇതിന്റെ നാടിന്റെ പരിസരങ്ങളും സദാ ജാഗരൂകരായി നിർവൃതിയടയുന്നവരായി ഉണർവുള്ളവരായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് പതിറ്റാണ്ടുകളുടെയോ നൂറ്റാണ്ടുകളുടെയോ ചരിത്രമല്ല. നാം നിലകൊള്ളുന്ന പാദമൂന്നി നിൽക്കുന്ന ഈ മണ്ണിന് എത്രയോ കാലത്തെ അതിപുരാതനമായ ഒരു പക്ഷേ ആയിരക്കണക്കിനേറെ വർഷങ്ങളുടെ പൈതൃകങ്ങൾ അവകാശപ്പെടാനുള്ള മഹത്തായ ഒരു ഭൂമിയിലും പ്രദേശത്തുമാണ് നാം നിലകൊള്ളുന്നത്. വർഷങ്ങളുടെ മുമ്പ്, സഹസ്രാബ്ദങ്ങളുടെ മുമ്പ് ഒരു പക്ഷേ ഈ തദ്ദേശീയരായ ജനവിഭാഗത്തിലേക്ക് വിശുദ്ധമായ ഇസ്ലാം കടന്നു വരുന്നത് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെയാണ്. മറ്റൊരു ഇടനിലക്കാരുമില്ലാതെ, മറ്റൊരിടനിലക്കാരുടെയും സഹായം കൂടാതെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമായ ഇസ്ലാം അതിന്റെ പൂർണ്ണ ശോഭയോടുകൂടെ കടന്നു വരികയും അതിനെ സ്വീകരിക്കാനും അവസരം ലഭിച്ചിരിക്കുന്ന വളരെ പൈതൃകപൂർണമായ ഒരു മണ്ണിലും പ്രദേശത്തുമാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും മുമ്പേ, അതിന്റെയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ, ബിഫോർ ക്രൈസ്റ്റ്, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും 1000 കൊല്ലം മുമ്പാണ്, BC ഏതാണ്ട് 1000-ലൊക്കെയാണ് സയ്യിദനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിക്കുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൊട്ടാരം പണിയാനുള്ള തേക്ക് കൊണ്ടുപോയത് മലബാറിൽ നിന്നാണ് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, മഹാനായ സയ്യിദനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് യമനിലെ സബയിലെ രാജ്ഞിയായിരുന്ന ബൽഖീസ് കൊടുത്തയച്ചിരുന്ന സമ്മാനങ്ങളിൽ, പാരിതോഷികങ്ങളിൽ കുരുമുളകുണ്ടായിരുന്നു എന്നും ചരിത്രത്തിൽ കാണുന്നുണ്ട്. കുരുമുളക് വിളയിച്ചിരുന്ന, അത് ഉണ്ടായിരുന്ന ലോകത്തിലെ ഏക പ്രദേശം ആ കാലഘട്ടത്തിൽ നമ്മുടെ ഈ കേരളവും മലബാറുമാണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. എന്ന് പറഞ്ഞാൽ AD, അതിന്റെയും മുമ്പ് BC 1000-ങ്ങളിൽ വരെ മഹാനായ സയ്യിദനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ പോലും ഈ മലബാറിനെ പശ്ചിമേഷ്യയുമായി, മിഡിൽ ഈസ്റ്റുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യം. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ബനു ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ജൂത സിനഗോഗുകളിൽ പ്രാർത്ഥനാ വേളകളിൽ പുകയിച്ചിരുന്നത് മലബാറിലെ ഗ്രാമ്പുവും സ്രാമ്പാണിപ്പൊടിയുമായിരുന്നു എന്നും ചരിത്രത്തിന്റെ രേഖകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന, ആ കാലഘട്ടത്തിൽ മലബാറിൽ ഉണ്ടായിരുന്ന ജനവിഭാഗത്തിന് ഉത്തരേന്ത്യയുമായി ഉണ്ടായിരുന്നതിനേക്കാളേറെ ബന്ധം, സാംസ്കാരികവും സാമൂഹികവുമായ ബന്ധം അറേബ്യയും പശ്ചിമേഷ്യയുമായിട്ടായിരുന്നു എന്ന് ചരിത്ര രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കും. കാരണം കാളവണ്ടിക്ക് ചക്രം കണ്ടുപിടിച്ചിട്ടില്ലാത്ത അതിപുരാതനമായിരുന്ന ആ കാലഘട്ടത്തിൽ ഈ ദക്ഷിണേന്ത്യയിൽ നിന്ന്, മലബാറിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്കും ഉത്തരേന്ത്യയിലേക്കും യാത്രകൾ ചെയ്യാൻ ഏതാണ്ട് 1 വർഷത്തോളം കാലതാമസം പിടിക്കുമായിരുന്നു. അത്രയേറെ കുന്നുകളും കാടുകളും താണ്ടി കടന്നുകൊണ്ടുവേണം, വലിയ പ്രയാസ യാത്രാ പീഡകൾ സഹിച്ചുകൊണ്ടുവേണം ഉത്തരേന്ത്യയിലേക്കുള്ള യാത്രയെങ്കിൽ കൃത്യമായിട്ട് അറേബ്യൻ മുനമ്പുകളിൽ നിന്ന്, പശ്ചിമേഷ്യയിൽ നിന്ന് നമ്മുടെ ഈ മഹത്തായ കുന്നിൻ ചെരുവിലേക്ക്, ഇവിടെയുള്ള കോളം കടപ്പുറത്തേക്ക്, കൊടുങ്ങല്ലൂരിലേക്ക്, കോഴിക്കോട്ടെ തീരത്തേക്ക് അറബികൾ സഞ്ചരിച്ചത് 1 മാസത്തെ വഴിദൂരം കൊണ്ട് മാത്രമാണ്. ഹിപ്പലോസ് എന്ന് പറയുന്ന കാറ്റിന്റെ വേഗതയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏതാണ്ട് ജനുവരി മുതൽ മെയ് മാസം വരെ, ഏപ്രിൽ മാസം വരെയുള്ള 4 മാസ കാലയളവിൽ ഈ കടൽ തീരത്ത് കാറ്റടിക്കുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അറബികൾ ഏതാണ്ട് 1435 നാഴിക ദൂരം ഓരോ ജനുവരി ഏപ്രിൽ മാസത്തിന്റെ ഇടയിലുള്ള 4 മാസക്കാലങ്ങളുടെ ഇടയിൽ അവരുടെ നാട്ടിൽ നിന്ന് പത്തേമാരിയിലും അതേപോലെ തന്നെ പായക്കപ്പലുകളിലും യാത്ര തിരിക്കുമ്പോൾ
1435 വഴിദൂരം, നാഴിക വഴിദൂരം, ഒരു മാസം കൊണ്ടോ 40 ദിവസം കഴിയുമ്പോഴേക്ക് ഈ മലബാറിന്റെ തീരത്തേക്ക്, പന്തലായനി കടപ്പുറത്തേക്ക് നങ്കൂരമിടാൻ കഴിയുന്ന രീതിയിൽ യാത്ര ഏറ്റവും എളുപ്പവും അല്ലെങ്കിൽ ആപേക്ഷികമായി സൗകര്യപ്രദവുമായിരുന്നു. അപ്പോഴും ഉത്തരേന്ത്യയിലേക്ക് ഒരു വർഷമോ അതിലേറെ എത്രയോ മാസങ്ങളുടെ യാത്രാ ദൈർഘ്യം അനുഭവപ്പെടുമ്പോൾ അതിനേക്കാൾ തീർത്തും ലളിതമായ രീതിയിൽ മലബാറിന്റെ തീരവും അറേബ്യയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഈ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ അവർ മലബാറിന്റെ തീരത്തേക്ക് കടന്നു വരികയും ഏപ്രിൽ മുതൽ മെയ് മുതലുള്ള 4 മാസങ്ങളിൽ ഇവിടെ മഴക്കാലം വരുമ്പോൾ ഇവിടെ വെച്ച് വലിയ രീതിയിൽ കച്ചവടങ്ങൾ നടത്തി ചരക്കുകൾ വാങ്ങി അതുമായിട്ട് ഇഞ്ചിയും ഏലവും അതേപോലെ തന്നെ കുരുമുളകും ഉൾപ്പെടെയുള്ള പല വ്യഞ്ജന വസ്തുക്കളും നാണ്യവിളകളുമായിട്ട് ഇവിടെ നിന്ന് അറബി കച്ചവടക്കാർ വീണ്ടും ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ തിരിച്ച് യാത്ര തിരിക്കുകയും വീണ്ടും അവര് അവിടെ നിന്ന് യൂറോപ്പിലേക്ക്, മലബാറിൽ നിന്ന് ശേഖരിച്ചിരിക്കുന്ന വിഭവങ്ങളെ യൂറോപ്പിലേക്കും ലോകത്തുള്ള വ്യത്യസ്ത കമ്പോളങ്ങളിലേക്കും കയറ്റി അയക്കുന്ന രീതിയിൽ കൊള്ളക്കൊടുക്കലുകളുടെ പാരമ്പര്യത്തിന്റെ ബന്ധം ഊഷ്മളമായി നിന്നിരുന്ന ഒരു ഭാഗമാണ് മലബാർ എന്നുള്ളത്. അതുകൊണ്ട് അറേബ്യയും മലബാറും തമ്മിലുള്ള ആ വൈകാരികമായ, ആ വാണിജ്യപരമായ ബന്ധത്തിലൂടെ സംസ്കാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നിട്ടുണ്ട്. സിലോണിലെ ആദം മല കാണാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്താണ് കാറ്റിന്റെ ഗതി മാറിക്കൊണ്ട് അവസാനം കൊടുങ്ങല്ലൂരിൽ വന്നു ചേർന്നതും അവര് അന്ന് ഇവിടെയുള്ള രാജാവുമായി സംസാരിക്കാനും അവർക്ക് വിശുദ്ധമായ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും രാജാവ് വിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയാദർശങ്ങളിൽ ആകൃഷ്ടരായിക്കൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന അതേ കാലഘട്ടത്തിൽ സിലോണിൽ പോയി, ശ്രീലങ്കയിൽ പോയി ആദം മല സന്ദർശിച്ചുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഇതേ തീരത്തുകൂടെ വരണമെന്നും നിങ്ങളുടെ കൂടെ ഞാനും മക്കയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നും പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സമാഗമിക്കാൻ ആഗ്രഹമുണ്ട് എന്നും ആഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിന്ന് മഹത്തായ വിശുദ്ധമായ മക്ക നഗരിയിലേക്ക് കടന്നുപോയ രാജാവാണ് ചക്രവർത്തി പെരുമാൾ അല്ലെങ്കിൽ ചേരമാൻ പെരുമാൾ എന്നൊക്കെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി കിടക്കുന്ന രാജാവ്. അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് ഒരുപാട് കാണിക്കകളുമായി, പ്രത്യേകിച്ച് ഇഞ്ചി പോലെയുള്ള, കുരുമുളക് പോലെയുള്ള ഉൽപ്പന്നങ്ങളുമായിട്ട് മദീനയിലേക്ക് പോയി. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ ചെന്ന് ആ രാജാവ് മുസ്ലിം ആവുകയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ പാരിതോഷികങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിലും കാണാം, അഹ്ദാ മലിക്കുൽ ഹിന്ദി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജറത്തൻ ഫീഹാ സഞ്ചബീലുൻ. ഇന്ത്യയിൽ നിന്നുള്ള ഒരു രാജാവ് ഇന്ത്യയിൽ നിന്ന് അറേബ്യയിലേക്ക് പോവുക എന്നുള്ളതിന് സാധ്യതയുള്ള ഏക പ്രദേശം കേരളമാണ്. അറേബ്യയിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോഴും ആദ്യം എത്തിച്ചേരാൻ കഴിയുന്ന തീരവും ഈ മലബാറിന്റെ തീരമാണ്. മലബാറിലേക്കാണ് അറേബ്യയിൽ നിന്ന്, പശ്ചിമേഷ്യയിൽ നിന്ന് ആദ്യമായിട്ട് യാത്ര ചെയ്ത് വരുന്ന സംഘത്തിന് എത്തിച്ചേരാൻ പറ്റുന്ന ഇടം. ഈ രാജ്യത്ത് നിന്ന്, ഇന്ത്യയിൽ നിന്ന് കടന്നുപോയ രാജാവ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജറത്തൻ ഫീഹാ സഞ്ചബീലുൻ, നിറയെ ഇഞ്ചികൾ ഉണ്ടായിരുന്ന ഒരു ജാടി ഹദിയയായി, സമ്മാനമായി നൽകിയെന്ന് മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫഅതഅമ അസ്ഹാബഹു ഖിത്അതൻ ഖിത്അത. മഹാനായ രാജാവ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വന്നപ്പോൾ ആ ഹദിയ നൽകിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹദിയ സ്വീകരിക്കുകയും അതിൽ നിന്ന് ഫഅതഅമ മിൻഹാ ഖിത്അതൻ ഖിത്അത, ഓരോ കഷ്ണം തന്റെ മുന്നിലുണ്ടായിരുന്ന സഹാബികൾക്കെല്ലാം നൽകിയെന്നും ഫഅതഅമനി മിൻഹാ ഖിത്അ, മഹാനായ
മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ത്യയിലെ രാജാവ് കൊണ്ടുവന്ന കൊടുത്തയച്ച നൽകിയ ആ ഇഞ്ചിയിൽ നിന്ന് ഒരു ഭാഗം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്കും നൽകി എന്ന് പറയപ്പെടുന്നു. ആ രാജാവ് ചേരമാൻ പെരുമാൾ എന്ന പേരിൽ അറിയപ്പെട്ട അറബിയിൽ മഹാനായ അൽ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ഹാബിനെ പരിചയപ്പെടുത്തുന്ന, സഹാബികളെ പരിചയപ്പെടുത്തുന്ന വിശാലമായ ഒരു ഗ്രന്ഥമുണ്ട്. അൽ ഇസാബത്തു ഫീ തമീസി സ്വഹാബ എന്നാണ് ആ കിതാബിന്റെ പേര്. ഏതാണ്ട് 12,500ഓളം സഹാബികളെ മഹാനായ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാൻ റളിയല്ലാഹു അൻഹു തന്റെ അൽ ഇസാബയിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതിൽ 3739ാമത്തെ സഹാബിയായി മഹാനായ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാൻ റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിൽ നിന്ന് വിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അറേബ്യയിലേക്ക് പോയ മഹാനായ ചേരമാൻ പെരുമാൾ രാജാവിനെയാണ്. ആ രാജാവിനെ അറബികൾ വിളിച്ചിരുന്നത് ഫർമാസ് എന്നും അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് നൽകിയ വിളിപ്പേര് സർബാനത്ത് എന്നൊക്കെയായിരുന്നു. ആ പേരുകളിൽ വിശ്രുതനായ നമ്മുടെ ചേരമാൻ പെരുമാൾ രാജാവ് വിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കുകയും ഏതാനും കാലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഹവസിച്ച് അവിടെ നിന്ന് ഇസ്ലാമിന്റെ വെളിച്ചവും പ്രഭയും സ്വീകരിച്ച് തന്റെ കൂടെ ഏതാനും ചില ആളുകളെ കൂടെ ഈ നാട്ടിലേക്ക് പറഞ്ഞേക്കുമ്പോ മഹാനായ രാജാവ് മരണപ്പെട്ടു പോവുകയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ നിന്ന് രാജാവിന്റെ കൂടെ സഞ്ചരിച്ചിരുന്ന സഹയാത്രികൾ വീണ്ടും ഈ നാട്ടിലേക്ക് തിരിച്ചു വന്ന് കൊടുങ്ങല്ലൂരിലേക്ക് കടന്നു വന്നു വിശുദ്ധമായ ഇസ്ലാമിന്റെ ദീപശിഖയെ അജ്ഞതയുടെ ഇരുളുകളിൽ ജീവിച്ചിരുന്ന ഇവിടെയുള്ള ജനവിഭാഗത്തിന്റെ ഹൃദയാന്തരങ്ങളിലേക്ക് പകർന്നു കൊടുത്തപ്പോഴാണ്, തൗഹീദിന്റെ വെളിച്ചത്തെ കത്തിച്ചു വെച്ചു കൊടുത്തപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഇസ്ലാമിന്റെ അതിമനോഹരമായ സംസ്കൃതിയിലേക്കും പുതിയ പ്രഭാതങ്ങളിലേക്കും ഈ നാട് ഉണരുന്നതും ഇരു കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിനെ ഈ മണ്ണ് സ്വീകരിക്കുന്നതും. മാലിക് ബിൻ ദിനാറിന്റെ നേതൃത്വത്തിലുള്ള അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഹബീബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മഹത്തുക്കളായ അവർ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അവര് കൊടുങ്ങല്ലൂരിലെത്തി. അവിടെ ആദ്യത്തെ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥാപിച്ചു. അതിനുശേഷം തെക്കൻ ജില്ലയിലും അതേപോലെ തന്നെ ധർമ്മടത്തും പ്രധാനപ്പെട്ട് ഈ പറയപ്പെടുന്ന നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന ഈ പന്തലായനി കൊല്ലത്തും അവര് പള്ളികൾ നിർമ്മിക്കുകയുണ്ടായി. അവര് കടന്നുപോയ ഇടങ്ങളിൽ അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ട്, അവരുടെ ജീവിത വിശുദ്ധി കണ്ടുകൊണ്ട്, അവരുടെ വ്യക്തിത്വ വിശുദ്ധി കണ്ടുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കൃതിയിൽ ആകൃഷ്ടരായ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയായിരുന്നു. വലിയ പ്രഭാഷണങ്ങൾ കൊണ്ടായിരുന്നില്ല, വലിയ പുസ്തക പ്രചരണങ്ങളിലൂടെ ആയിരുന്നില്ല, ലഘുലേഖകളിലൂടെ ആയിരുന്നില്ല, ജീവിത വിശുദ്ധിയിലൂടെയായിരുന്നു ഈ ജനത വിശുദ്ധമായ ഇസ്ലാമിനെ മനസ്സിലാക്കിയത്. ഇവിടേക്ക് കടന്നു വന്ന മഹത്തുക്കളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് അവർ കടന്നു വരാനുണ്ടായ സാഹചര്യങ്ങളുണ്ടായത്. ആ രീതിയിൽ ആദ്യ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധമായ ഇസ്ലാമിന്റെ ദീപശിഖയെ കൊളുത്തിവെക്കാനും സ്വീകരിക്കാനും ഭാഗ്യം ലഭിച്ച മണ്ണാണ് ഈ മണ്ണ്. ഹിജ്റയുടെ 8ാമത്തെ വർഷം തന്നെ മഹാനായ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവും ഈ തീരപ്രദേശത്തേക്ക് കടന്നു വന്നു എന്ന് പറയപ്പെടുന്നു. മഹാനുഭാവനാണ്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളിൽ പ്രധാനി, അതുപോലെ താബീങ്ങളിൽപ്പെട്ട സഹാബത്തിൽപ്പെട്ട മറ്റു പലരും കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും സുഗമമായ രീതിയിൽ കടന്നു വരാൻ കഴിയുന്ന, ഏറ്റവും കൂടുതൽ ഈ നാടുമായിട്ട് ആക്സസ് ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു അറേബ്യ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളിൽ തന്നെ പെട്ടിരുന്ന മഹാനായ മുഗീറത്ത് ശുഅബ റളിയല്ലാഹു അൻഹുവും കോഴിക്കോട്ടേക്ക് കടന്നു വരികയുണ്ടായി. ആ മുഗീറ റളിയല്ലാഹു അൻഹു കോഴിക്കോട്ടെ കടൽ തീരത്ത് തീരപ്രദേശത്ത് വീട് കെട്ടി താമസിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മുഗീറത്തുദ്ദാർ മുഗീറയുടെ
നബിയുടെ വീട് എന്നുള്ള പേര് ലോപിച്ചുകൊണ്ടാണ് കോഴിക്കോട്ടെ ഹൃദയനഗരിയിൽ മുഗദാർ കടപ്പുറം പോലും ആ നാമകരണത്തിൽ പിന്നീട് ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ചരിത്രം എന്നുള്ളത് പതിറ്റാണ്ടുകളുടെ ചരിത്രമല്ല, നൂറ്റാണ്ടുകളുടെ ചരിത്രമല്ല, അതിനേക്കാൾ അപ്പുറം സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമാണ്. നേരത്തെ പ്രിയങ്കരനായ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാമീപ്യത്തിൽ തന്നെ ജീവിച്ചിരുന്ന അവർ എന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് തന്നെ നിൽക്കാനും നബിയുടെ കൂടെ തന്നെ ജീവിക്കാനും അവസാനം ശരീരത്തിൽ നിന്ന് ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ ചേതനയറ്റുപോയ തങ്ങളുടെ ശരീരത്തെ മദീനത്തെ പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയുടെ മണൽത്തരികളോട് ചേർത്തി വെക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന അവർ അതെല്ലാം മറന്നുകൊണ്ട് റസൂലുള്ളാഹിനെ പിരിഞ്ഞുകൊണ്ട് ഇന്നി ഉരീദു വിസാലഹ വതുരീദു ഹജ്രി ഫഅത്റുകു മാ ഉരീദു ലിമാ തുരീദു എന്ന ഒരു അറേബ്യൻ കവി പാടിയതുപോലെ മനസ്സിൻ്റെ ആഗ്രഹം മുഴുവനും ജീവിതത്തിൻ്റെ അഭിലാഷം മുഴുവനും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുക എന്നുള്ള മോഹമായിരുന്നിട്ട് പോലും അവസാനത്തെ ഹജ്ജത്തുൽ വദാഇന്റെ ആ ചരിത്ര പ്രസിദ്ധമായ പ്രഭാഷണത്തിൽ പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയുബല്ലിഗ് ഷാഹിദു വൽ ഗായിബ എന്ന പ്രഖ്യാപനം നടത്തിയപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും തമോഗർത്തങ്ങളിൽ വിശ്വാസത്തിൻ്റെ ഇരുളുകളിൽ അധിവസിക്കുന്ന ജനവിഭാഗങ്ങളിലേക്ക് കൂടെ ഏകദൈവ വിശ്വാസത്തിൻ്റെ അതിമനോഹരമായ ഈ സന്ദേശത്തെ നിങ്ങൾ പകർന്നു കൊടുക്കണേ എന്ന അഷ്റഫുൽ ഖൽഖിന്റെ പ്രഖ്യാപനമുണ്ടായപ്പോൾ ചൈനയിലേക്ക് പോയ സഹാബ, ആഫ്രിക്കയിലേക്ക് പോയ സഹാബ, പിൽക്കാലത്ത് യൂറോപ്പിലേക്ക് പോയ താബീങ്ങൾ, അങ്ങനെ എത്രയോ മഹത്തുക്കൾ നാടിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ചിതറിപ്പോയപ്പോൾ വിശുദ്ധമായ ദീനിൻ്റെ വെന്നിക്കൊടിയുമായി വെളിച്ചവുമായി നമ്മുടെ മണ്ണിലേക്ക് കടന്നുവന്ന് ഈ നാടിന് ഇസ്ലാമിക സംസ്കൃതിയുടെ പൈതൃകത്തെ അടയാളപ്പെടുത്തി തന്ന ആ മഹത്തുക്കളോടുള്ള കടപ്പാടിൻ്റെ ഭാഗം കൂടിയാണ് മഹത്തായി സംഗമം എന്നുള്ളത്. അവരെത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ കുടുംബത്തെയും അവരുടെ സൗകര്യങ്ങളെയും അവരുടെ സന്തോഷങ്ങളെയും അവരുടെ പാർപ്പിടങ്ങളെയും അവരുടെ കൃഷിയിടങ്ങളെയും അവരുടെ സമ്പാദ്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മണ്ണിലേക്ക് കടന്നു വന്നപ്പോഴാണ് എനിക്കും നിങ്ങൾക്കും മേൽവിലാസമുണ്ടായത്, നമുക്ക് അസ്തിത്വമുണ്ടായത്, നമുക്ക് മനോഹരമായ ചരിത്രത്തിൻ്റെ താളുകളുണ്ടായത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധിയെ കളങ്കപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ ഈ മഹത്തുക്കളോട് നമുക്ക് തിരിച്ചു ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നന്ദിയും ദൗത്യവുമെന്ന് തിരിച്ചറിയാൻ ഞാൻ ഉൾപ്പെടെയുള്ളവരെ തയ്യാറാകണമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആത്മീയമായി 1.5 സഹസ്രാബ്ദത്തിൻ്റെ പൈതൃകങ്ങൾ ഉണ്ടാകുമ്പോഴും രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ തീച്ചൂളകളിൽ അടയാളപ്പെടുത്ത ചരിത്രത്തിൻ്റെ കനലുകൾ കോറിയിട്ട ഇന്നലകളും ഈ പന്തലായനി കടപ്പുറത്തിൻ്റെ ചരിത്ര താളുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. 1498 ഈ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധി, നമ്മുടെ നാടിൻ്റെ സാമ്പത്തികമായ അഭിവൃദ്ധി കൊള്ളയടിക്കാനും ചൂഷണം ചെയ്യാനും വേണ്ടിയിട്ട് പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നും അവിടെയുള്ള ക്രൈസ്തവ പോപ്പുമാരുടെ ആശീർവാദത്തോടുകൂടെ വാസ്കോഡഗാമ പായക്കപ്പലേറിയിട്ട് കടന്നു വന്നപ്പോൾ ഗാമ നങ്കൂരമിട്ട തീരവും ചരിത്രപരമായി കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ പന്തലായനി കൊല്ലത്തെ കോളങ്കടപ്പുറത്താണ്. പുറംകടലിൽ നിന്നുകൊണ്ട് ഈ നാട്ടിലേക്ക് കടന്നു വരാൻ, കേരളത്തിലേക്ക് നങ്കൂരമിടാൻ അന്നത്തെ രാജാവായിരുന്ന സാമൂതിരി രാജാവിനോട് സമ്മതം ചോദിച്ചപ്പോൾ പൊന്നാനിയിലുണ്ടായിരുന്ന സാമൂതിരി രാജാവ് നൽകിയ മറുപടി, അടുത്ത മഴയെത്തുന്നതിൻ്റെ മുമ്പേ പന്തലായനി കൊല്ലം കടപ്പുറത്ത്, പന്തലായനി കോളം കടപ്പുറത്ത് ഈ തുറമുഖത്തിൽ വന്ന് തീരത്ത് വന്നുകൊണ്ട് നങ്കൂരമിടാനാണ്. ഇവിടെ കടന്നു വന്ന ഗാമ 1498 ഇവിടെ വന്ന് ഇവിടുത്തെ സാമൂഹിക വ്യവസ്ഥിതി പഠിച്ചു. ഇവിടെ മുസ്ലിമീങ്ങൾക്കാണ് ഈ രാജാവിൻ്റെ കീഴിൽ വലിയ രീതിയിലുള്ള സൗകര്യങ്ങളും സന്തോഷങ്ങളും ഉള്ളത്. ഹൈന്ദവനായ സാമൂതിരി രാജാവിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾക്ക് അഭിമാനകരമായ അസ്തിത്വമുണ്ടായിരുന്നു. ഇവിടെയുള്ള കച്ചവട പ്രധാന കേന്ദ്രങ്ങളെല്ലാം മുസ്ലിമീങ്ങളുടേതായിരുന്നു. കരയിലെ കച്ചവടമായാലും
കടലിലെ കച്ചവടമായാലും കരയിലെ കച്ചവടം തദ്ദേശീയരായ മുസ്ലിമീങ്ങളും, കടലിലെ കച്ചവടം അത് അറബികൾക്കുമായിരുന്നു. ഈ അവസ്ഥ മാറിക്കൊണ്ട് മുസ്ലിമീങ്ങളെ ഇവിടെ നിന്ന് തുരുത്തി ഓടിക്കണമെന്നുള്ള കൃത്യമായ അജണ്ടയുടെ ഭാഗമായി ഇവിടുത്തെ രാഷ്ട്രീയ, ഇവിടുത്തെ ഭൂമിശാസ്ത്ര പരിസരങ്ങളെല്ലാം പഠിച്ചതിൻ്റെ ശേഷം ഗാമ വീണ്ടും തിരിച്ചുപോയി. 1502 വീണ്ടും ഗാമ തിരിച്ചു വന്നു. ഈ നാടിൻ്റെ ചരിത്രത്തിൽ രക്തലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന അതിഭീകരമായ നിമിഷങ്ങളാണ് പിന്നീടുണ്ടായി തീർന്നത്. 1502 ഒക്ടോബർ 2 സർവായുധ സൈന്യവുമായിട്ട് വീണ്ടും മലബാറിൻ്റെ തീരത്തേക്ക്, ഈ പന്തലായനി കടപ്പുറത്തേക്ക് ഗാമ തിരിച്ചു വന്നപ്പോൾ ഖാജ സയ്യിദ് എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരനായ ഒരു വലിയ പ്രമാണിയുടെ ധനാഢ്യനായ വലിയ ധർമ്മിഷ്ഠനായ മനുഷ്യൻ്റെ കപ്പലിൽ ഈ നാട്ടിലുണ്ടായിരുന്ന, ഈ പ്രദേശത്തുണ്ടായിരുന്ന, മലബാറിലുണ്ടായിരുന്ന 300ഓളം മുസ്ലിമീങ്ങൾ വിശുദ്ധമായ ഹജ്ജിന് വേണ്ടിയിട്ട് മക്കയിലേക്ക് പോയിരുന്നു. അവർ മക്കയിൽ പോയി പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് വിശുദ്ധമായ കഅബ കണ്ട് ആത്മനിർവൃതി അടഞ്ഞ് പരിശുദ്ധ റസൂലിൻ്റെ മദീനയിൽ പോയി ആത്മീയതയുടെ ആന്തോലനങ്ങൾ അനുഭവിച്ചുകൊണ്ട് കൃതാർത്ഥമായ മനസ്സോടുകൂടെ ഹാജിയുടെ വിശുദ്ധിയോടുകൂടെ കുട്ടികളടങ്ങുന്ന, സ്ത്രീകളടങ്ങുന്ന ധാരാളം ആളുകൾ, ഏതാണ്ട് 300ഓളം നമ്മുടെ സഹോദരീ സഹോദരന്മാർ നാട്ടിലേക്ക് പായക്കപ്പലിൽ തിരിച്ചു വരുമ്പോഴാണ് ഈ പന്തലായനി കടപ്പുറത്ത് നിന്ന്, ഈ കുന്നിൻ്റെ താഴെയുള്ള കടലോരത്ത് നിന്ന് 60 നാഴിക അപ്പുറത്ത് വെച്ച് അവരെ ഗാമയുടെ സൈന്യം തടഞ്ഞു വെക്കുന്നത്, പോർച്ചുഗീസ് പട തടഞ്ഞു വെക്കുന്നത്. ഗാമ വീണ്ടും മലബാറിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ തന്നെ രക്തരൂക്ഷിതമായ അധ്യാപനങ്ങൾ കൊണ്ടാണ് ഇവിടെ വീണ്ടും വൈദേശികാധിപത്യത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ മുസ്ലിമീങ്ങളെ തടഞ്ഞു വെച്ചു, അവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ആ കപ്പലിലുണ്ടായിരുന്ന സ്വർണങ്ങളും എല്ലാ സമ്പാദ്യങ്ങളും കൊള്ളയടിച്ചു. അവരെ കൊല്ലാൻ വേണ്ടി തുരിഞ്ഞപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന പുരുഷന്മാർ പറഞ്ഞു, നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ സ്ത്രീകളുണ്ട്, ഞങ്ങളുടെ കൂടെ കുട്ടികളുണ്ട്, ഞങ്ങളെ കൊലപ്പെടുത്തരുത്. നാട്ടിലെത്തിയാൽ ഞങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചാൽ സമ്പത്ത് നിങ്ങളെടുത്തോ, ഇതിലുള്ള സമ്പാദ്യം മുഴുവനും നിങ്ങളെടുത്തോ, ദയവ് ചെയ്ത് ജീവനെങ്കിലും തിരിച്ചു തരണം. ജീവൻ തിരിച്ചു തന്നാൽ നാട്ടിലെത്തിയാൽ ഈ കപ്പൽ നിറയെ നിങ്ങൾക്ക് കുരുമുളക് തരാം, നിങ്ങൾക്ക് ഏലം തരാം, നിങ്ങൾക്ക് ഇഞ്ചി തരാം. വിശുദ്ധമായ ഇസ്ലാമിനോട് അങ്ങേയറ്റത്തെ പകയും വിദ്വേഷവും വെച്ചു പുലർത്തിയിരുന്ന ഗാമ അതിനൊന്നും വഴങ്ങിക്കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആ യാത്രാ സംഘത്തിൻ്റെ കൂട്ടത്തിൽ ഈജിപ്ഷ്യൻ രാജാവിൻ്റെ ഒരു പ്രതിനിധി കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹവും പറഞ്ഞു നോക്കി, ഇവരെ വെറുതെ വിട്ടാൽ, ഞങ്ങളെ വെറുതെ വിട്ടാൽ എൻ്റെ സമ്പാദ്യം മുഴുവനും നിങ്ങൾക്ക് തരാം, പക്ഷേ വിശുദ്ധമായ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടുമുള്ള കൊടിപ്പക കാരണത്താൽ, വിശുദ്ധമായ മുസ്ലിമീങ്ങളോടുള്ള അങ്ങേയറ്റത്തെ വിദ്വേഷം കാരണത്താൽ കപ്പലിലുണ്ടായിരുന്ന ചരക്കുകൾ മുഴുവനും കൊള്ളയടിച്ച് ചരക്ക് നിറച്ചിരുന്ന അറകളിലേക്ക് 300ഓളം വരുന്ന നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെയും നിരാലംബരായ സ്ത്രീകളെയും നമ്മുടെ സഹോദരങ്ങളെയും കൊത്തി നിറച്ച് ഈ കടലോരത്ത് വെച്ച് 60 നാഴിക അപ്പുറത്ത് വെച്ച് ഗാമ ആ കപ്പലിന് തീ വെച്ച് ചുട്ടെരിഞ്ഞ് എത്രയോ മനുഷ്യരെ, 300ഓളം വരുന്ന നിരപരാധികളെ കത്തിച്ച് ചാമ്പലാക്കിയതിൻ്റെ ഓർമ്മകൾ നീറ്റൽ സൃഷ്ടിക്കുന്ന തീരം കൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പന്തലായനി കടപ്പുറം എന്നുള്ളത്. ഇതേ കുന്നിൻ പ്രദേശത്ത് വെച്ച് തന്നെയാണ്, ഈ കുന്നിൻ്റെ ഇടങ്ങളിൽ വെച്ച് തന്നെയാണ് മഹാന്മാരായ കുഞ്ഞാലിമരക്കാർ ഇതേ പോർച്ചുഗീസുകാരോട് നിരന്തരമായ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടതും നമ്മുടെ നാടിൻ്റെ അസ്തിത്വത്തെയും നമ്മുടെ പൈതൃകത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ പോരാട്ടങ്ങൾ നടന്നത്. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ തുറമുഖങ്ങളിൽ ഒന്ന് ഈ പന്തലായനിയായിരുന്നു. വ്യാവസായിക തുറമുഖം ചാലിയവും അന്ന് മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ തുറമുഖം ഈ പന്തലായനി കൊല്ലവുമായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും നല്ല രീതിയിൽ ജീവിച്ചു പോയിരുന്നപ്പോൾ ഗാമ കടന്നു വന്ന് ഈ നാട്ടിൽ മുഴുവൻ വലിയ രീതിയിലുള്ള വിപത്തുകൾ ഉണ്ടാക്കി. ഇവിടുത്തെ അന്നത്തെ കാലത്തെ ജനസംഖ്യയുടെ 1/3 വരുന്ന ആളുകളെയും അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തി ഈ കേരളത്തിലെ മലബാറിലെ ഏറ്റവും പ്രതാപമുണ്ടായിരുന്ന ഈ പട്ടണത്തെ നശിപ്പിച്ചതിൻ്റെ ശേഷമാണ് ഗാമ തിരിച്ചുപോയത്. അപ്പോഴൊക്കെ എത്രയോ മനുഷ്യരുടെ രക്തം മുതിർന്നു വീണ മണ്ണാണ് ഈ മണ്ണ്. ആത്മീയമായും രാഷ്ട്രീയപരമായും പൈതൃകത്തിൻ്റെ മഹത്തായ ഏടുകൾ
ആളുകൾ അവകാശപ്പെടാനുള്ള ഈ കുന്നിൻ ചെരുവിൽ നാം ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ചില ബോധ്യങ്ങളുണ്ട്. അവരിവിടെ കടന്നു വന്നിട്ട് നമ്മുടെ ഇഞ്ചിയും നമ്മുടെ ഏലവും നമ്മുടെ നാണ്യവിളകളും ബ്രിട്ടീഷുകാരായാലും പോർച്ചുഗീസുകാരായാലും അതേപോലെ തന്നെ മറ്റ് വൈദേശിക ആധിപത്യ ശക്തികളായാലും അവരിവിടെയുള്ള സമ്പത്തിനെയാണ് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചത്. ഡോക്ടർ ശശി തരൂർ അദ്ദേഹത്തിൻ്റെ An Era of Darkness, The British Empire in India എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ശശി തരൂരിൻ്റെ പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 23% ഇന്ത്യയിലായിരുന്നു എന്ന്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് അധികാരത്തിൽ വരുന്ന വേളയിൽ 1757 അവർ ഈ നാട്ടിലേക്ക് അധികാരം ഉറപ്പിക്കുന്ന വേളയിൽ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 23% ഇന്ത്യയിലായിരുന്നു എന്ന്. അവസാനം 200 വർഷം ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയിട്ട് തിരിച്ചു പോകുമ്പോൾ അത് കേവലം 3% കൂപ്പുകുത്തി എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള സമ്പൽ സമൃദ്ധിയെയാണ് ബ്രിട്ടീഷുകാരും അങ്ങനെയുള്ള വൈദേശിക ആധിപത്യങ്ങളും നശിപ്പിക്കാനും ചൂഷണം ചെയ്യാനും ശ്രമിച്ചത്. അവരോടാണ് നമ്മുടെ പൂർവികന്മാർ പ്രതിരോധിച്ചു നിന്നത്. എന്നാൽ നമ്മുടെ സമ്പത്തിനേക്കാളപ്പുറം, നമ്മുടെ സമ്പാദ്യത്തെക്കാളപ്പുറം, ബ്രിട്ടീഷുകാർ നമ്മളോട് ചെയ്ത ക്രൂരതയെക്കാളപ്പുറം, പോർച്ചുഗീസുകാർ നമ്മുടെ പൂർവികന്മാരോട് ചെയ്ത ക്രൂരതയെക്കാളപ്പുറം നമ്മുടെ അടിസ്ഥാനത്തെ തന്നെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ലിബറൽ ശക്തികൾ, അത്തരത്തിലുള്ള കൃത്യമായ അജണ്ടകളുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുന്ന ആശയ വൈകല്യമുള്ള പ്രത്യയശാസ്ത്രങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ലഹരി മാഫിയ പോലെയുള്ള വലിയ ഭീകരമായ കൂട്ടായ്മകൾ നമ്മുടെ സമ്പത്തിനെ മാത്രമല്ല അവർ കൊള്ളയടിക്കുന്നത്, നമ്മുടെ സമ്പാദ്യത്തെ മാത്രമല്ല അവർ കൊള്ളയടിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നാടിൻ്റെ ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളതാണ്, മാനവ വിഭവശേഷിയാണ്. ഒരു നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് മനുഷ്യനാണ്. മനുഷ്യനെ തന്നെ അപ്രസക്തനാക്കി കളയുന്ന, മാനവികമായ മൂല്യങ്ങളെ മുഴുവനും ഞെരിച്ചില്ലാതെയാക്കി കളയുന്ന, കാർന്ന് തിന്നുകളയുന്ന ലിബറൽ സംസ്കാരങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആധിപത്യം ചെലുത്തുമ്പോൾ നമ്മുടെ പൂർവികന്മാർ സമ്പത്ത് കൊള്ളയടിക്കാൻ വന്ന പോർച്ചുഗീസുകാരോടും ബ്രിട്ടീഷുകാരോടും ഡച്ചുകാരോടും നടത്തിയ സമരത്തെക്കാൾ വലിയ കാഹളം മുടക്കിയിട്ട് പ്രതിരോധത്തിൻ്റെ ഉരുക്കുകോട്ടകൾ കെട്ടി ഈ വലിയ വിപത്തിൽ നിന്ന് നമ്മുടെ കുടുംബ പരിസരങ്ങളെ, നമ്മുടെ സാംസ്കാരിക പരിസരങ്ങളെ, നമ്മുടെ ജീവിത ചുറ്റുപാടുകളെ കാത്ത് സംരക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാർത്തകളല്ലേ അനുദിനം പത്രധാരാ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. അധികമൊന്നും ദൂരെയല്ല, അധികമൊന്നും അകലെയല്ല. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ വെളിപ്പാടകലെ ഇതേ ജില്ലയിൽ വെച്ച് തന്നെയാണ്. 9 മാസത്തോളം തന്നെ ഗർഭം ചുമന്ന, തന്നെ പേറ്റുനോവിൻ്റെ പരിസമാപ്തിയിൽ പ്രസവം നൽകിയ പ്രിയപ്പെട്ട മാതാവിനെ എല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ച്, താൻ ഉണ്ണാതെ കുട്ടിക്ക് വേണ്ടി ഭക്ഷണം മാറ്റിവെച്ച, ഉറങ്ങാതെ നമുക്ക് വേണ്ടി നേരം മാറ്റിവെച്ച, മാതൃത്വത്തിൻ്റെ പ്രതീകത്തിൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും മൃദുലമായ ഭാഗങ്ങളിലേക്ക് 17 തവണ അടുത്ത വീട്ടിൽ പോയിട്ട് കടാര വാങ്ങിക്കൊണ്ട് വളരെ നിഷ്ഠൂരമായി സ്വന്തം മാതാവിനെ വെട്ടി കൊലപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ, അതിന് പ്രചോദിതമാകുന്ന രീതിയിൽ, മാനസിക വിഭ്രാന്തി ഉണ്ടായിത്തീരുന്ന രീതിയിൽ മൂല്യങ്ങളെ തകർത്തെറിയുന്ന ലഹരികൾ, MDMA പോലെയുള്ള അതിമാരകമായ ലഹരികൾ നമ്മുടെ ഊടുവഴികളിൽ, നമ്മുടെ മക്കൾ പഠിപ്പാൻ പോകുന്ന ഇടങ്ങളിൽ, ക്യാമ്പസുകളിൽ, പരിസരങ്ങളിൽ സുലഭമായി ലഭിക്കുമ്പോൾ, മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ ഔന്നിത്യം പ്രാപിക്കുന്നു എന്നും വൈജ്ഞാനികമായി നമ്മൾ പുരോഗതി നേടുന്നു എന്ന് അവകാശപ്പെടുമ്പോഴെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ ഗ്രാഫ് മുകളിലേക്ക് ഉയർന്തോറും വൈജ്ഞാനികമായ പുരോയാനത്തിൻ്റെ പടവുകൾ അനുദിനം താണ്ടിക്കിടക്കുമ്പോഴും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾ എല്ലാ യുഗവും കഴിഞ്ഞു. വ്യാവസായിക വിപ്ലവം കഴിഞ്ഞു, ഇൻ്റർനെറ്റ് യുഗം കഴിഞ്ഞു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ, നാരോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ, വരാനിരിക്കുന്ന ജനറൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ, ഇനി കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോയാൽ സൂപ്പർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകം എത്തിപ്പിടിക്കാനിരിക്കുന്ന പുരോഗതിയുടെ പടവുകളിലും മാനവികമായ മൂല്യങ്ങൾ ഇപ്പോഴും നിലത്തിട്ട് ചവിട്ടുമ്പോൾ, 6 അടി മണ്ണിലേക്ക് കുഴിച്ചു മൂടപ്പെടുമ്പോൾ, വായിച്ചിട്ടില്ലേ നമ്മൾ പത്രധാരാ മാധ്യമങ്ങളിലൂടെ നടുങ്ങുന്ന വാർത്ത പോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലല്ലേ കേട്ടത്? കൊല്ലം ജില്ലയിലെ ഗാന്ധിനഗറിലെ ഒരു നഴ്സിംഗ് കോളേജിൽ
നഴ്സിംഗ് ഗവൺമെൻറ് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥിയായ സാധുവായ ഒരു ചെറുപ്പക്കാരനെ, ഒരു വിദ്യാർത്ഥിയെ അറിവ് പഠിക്കാൻ വേണ്ടി, ആ അറിവ് നേടിയിട്ട് തൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടി, സ്വസ്ഥമായ ജീവിതം നയിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാരിൻ്റെ കീഴിലുള്ള കലാലയത്തിലേക്ക് പഠിക്കാൻ വന്ന ഒരു വിദ്യാർത്ഥിയെ അതേ വിദ്യാലയത്തിലെ സീനിയർ വിദ്യാർത്ഥികൾ അക്ഷരഗനിയുടെ, അക്ഷരസൗധത്തിൻ്റെ, അക്ഷരാഭ്യാസത്തിൻ്റെ, സാംസ്കാരിക പൂർണിമതയുടെ പരിസരങ്ങളിൽ ജീവിക്കുന്ന, അറിവ് ആവാഹിച്ചെടുത്ത് മാനവികമായ മൂല്യങ്ങളിലൂടെ ജനസമൂഹത്തിലേക്ക് ഇറങ്ങി ആതുര ശുശ്രൂഷ മേഖലകളിലേക്ക് നിറഞ്ഞു നിൽക്കേണ്ട നഴ്സിംഗ് വിദ്യാർത്ഥികൾ തന്നെ ഒരു പച്ചയായ വിദ്യാർത്ഥിയെ അവൻ്റെ ശരീരത്തിൻ്റെ മൂർധാവ് മുതൽ കാൽപാദം വരെ മൂർച്ചയുള്ള കോമ്പസ് കൊണ്ട് വരഞ്ഞിട്ട് അവിടെ മുഴുവനും മുറിവേൽപ്പിച്ചിട്ട് ആ മുറിവിൽ നിന്ന് രക്തം പൊടിയുമ്പോൾ ആ പാവപ്പെട്ട കുട്ടി വേദന കൊണ്ട് ആർത്തട്ടഹസിച്ച് കരയുമ്പോൾ ആ മുറിവിലേക്ക് മൃഗീയമായ രീതിയിൽ ലോഷൻ ഒഴിച്ചു കൊടുത്ത് ആ കരച്ചിൽ പിന്നീട് അട്ടഹാസമായി തീരുമ്പോൾ പുറത്ത് കേൾക്കാൻ വേണ്ടി മുറിയുടെ ഉള്ളിൽ വലിയ ശബ്ദത്തിൽ പാട്ട് വെച്ച് ആർത്തട്ടഹസിച്ച് ശരീരത്തിൽ വലിയ ഭാരങ്ങൾ കയറ്റിവെച്ച് ശരീരത്തിൽ മുഴുവനും കോമ്പസ് കൊണ്ടും ഡിവൈഡർ കൊണ്ടും കുത്തി പരിക്കേൽപ്പിച്ച് വിദ്യാർത്ഥിത്വത്തിന് അപമാനമായി തീരുന്ന രീതിയിൽ വിദ്യാർത്ഥി എന്ന മേൽവിലാസത്തിന്റെ പരിസരത്ത് നിന്ന് എന്നോ പറിച്ചു നടപ്പെട്ടവരായി മൃഗീയതയുടെ രാക്ഷസീയ ഭാവത്തിന്റെ വക്താക്കളായി പുതുതലമുറ മാറുമ്പോൾ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസ സംസ്കാരത്തിന്റെ ഫലനവും പ്രതിഫലനവും എന്താണ് എന്ന് ആലോചിക്കേണ്ട സമയമല്ലേ? മനുഷ്യനാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സ്വന്തം സഹജീവിയെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ, സഹപാഠിയെ ചേർത്ത് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ, നാം നേടിയെടുക്കുന്ന, നമ്മുടെ സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ അർത്ഥം എന്താണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ വീണ്ടും വീണ്ടും നമ്മൾ ചോദിക്കേണ്ടി വരികയാണ്. അവിടെയാണ് ആത്മീയമായ പരിസരങ്ങൾ ചേർന്ന് നിന്നുകൊണ്ടുള്ള വൈജ്ഞാനിക സംരംഭങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോകേണ്ടതിൻ്റെയും ആവശ്യകതയെ നമുക്ക് തിരിച്ചറിവുണ്ടാകേണ്ടത്. ഈ മഹത്തായ മസാറിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധ വിശ്വാസികൾ അവരുടെ ഹൃദയത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും അതിൻ്റെ നെരിപ്പോടുകളുമായി കടന്നു വരുമ്പോൾ അവർ നൽകുന്ന നാണയത്തുട്ടുകൾ, അവർ നൽകുന്ന സംഭാവനകൾ മഹാനായ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ നാമധേയത്തിൽ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരായ മഹത്തുക്കളുടെ പേരിൽ ഇവിടെ നൽകുന്ന നേർച്ചകളും സംഭാവനകളും വളരെ കൃത്യമായി മഹത്തായി സംരംഭത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിവന്യരായ ഇതിൻ്റെ കമ്മിറ്റി അത് വിനിയോഗിക്കുന്നത് ധാർമ്മികമായ വിജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. വിശുദ്ധമായ ഇസ്ലാമിനെ അതിൻ്റെ ആധികാരികതയോടുകൂടെ വക്രീകരണങ്ങളില്ലാതെ, വിദണ്ഡവാദങ്ങളില്ലാതെ, ജൽപ്പനങ്ങളില്ലാതെ, മാറ്റിത്തിരുത്തലുകളില്ലാതെ, പൈതൃകത്തിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ കലർപ്പില്ലാത്ത ഇസ്ലാമിനെ കൃത്യമായി മനസ്സിലാക്കാനുള്ള പാഠഭാഗങ്ങളും കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ പര്യാപ്തരാകുന്ന രീതിയിൽ ഭൗതിക വിദ്യാഭ്യാസവും നൽകി മഹാനായ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ നാമധേയത്തിൽ തമീമുൽ അൻസാരി ദഅവാ കോളേജും അതേപോലെ തന്നെ തഹ്ഫീലുൽ ഖുർആൻ കോളേജും ഇവിടെ നടക്കുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് 10ഓളം വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് ഉപരിപഠനത്തിന് വേണ്ടി നന്ദി ദാറുസ്സലാമിലേക്ക് പോവുകയാണ്. 13 വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം നന്ദി ദാറുസ്സലാമിൽ നിന്ന് പുറത്തിറങ്ങി. 28ഓളം വരുന്ന ഹാഫിളീങ്ങൾ ഈ കാലയളവിൽ നമ്മുടെ ഇവിടെ പഠിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ സഹകരണത്തോടുകൂടെ ഹാഫിളീങ്ങളായി മാറി. ആ രീതിയിൽ നാം ചേർന്ന് നിൽക്കേണ്ട ഈ വൈജ്ഞാനിക സംരംഭങ്ങളോട് ഇനിയും നിങ്ങളുടേതായ ഭാഗധേയത്വങ്ങൾ ഉണ്ടാകണം. ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയല്ല. നമ്മുടെ ഈ മഹത്തായ സംഗമത്തിന് അവസാനം പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിക്കേണ്ട ബഹുമാനപ്പെട്ട OMS തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അള്ളാഹു ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘകാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളോട് ഇനിയും നമ്മുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ നാട്ടുകാർക്കും പരിസരത്തുള്ള ഏതാണ്ട് 8ഓളം മഹല്ലുകൾ ഇതിൻ്റെ നേതൃത്വത്തിലുണ്ട്. നമ്മൾ ഈ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കെട്ടകാലത്ത് ഈ ഭീകരമായ പരിസരങ്ങളിൽ നമ്മൾ എത്ര കരുതിയാലും വിചാരിച്ചാലും നമ്മളറിയാതെ വിശ്വാസം പോലും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതുപോലെ അവസാന നാളിൽ ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് കൽ ഖാബിലി അലൽ ജംർ, ഒരു തീക്കനൽ തൻ്റെ കൈവെള്ളയിൽ പിടിച്ചു നിൽക്കുന്ന മനുഷ്യൻ്റെ പ്രതിസന്ധിയായിരിക്കും അവസാന കാലത്ത് ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. ആ പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറകൾ കളങ്കരഹിതരായി ഈ സമകാലിക സാഹചര്യത്തിലുള്ള ലിബറൽ ചിന്താഗതികൾ വളർത്തിയെടുക്കുന്ന സാംസ്കാരിക ശൂന്യതയുടെ ചതിക്കുഴികളിൽ പെട്ടുപോകാതെ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പരിസരങ്ങളെയും നമ്മുടെ പുതിയ തലമുറയും സംരക്ഷിക്കണമെന്ന് വലിയ ഒരു ലക്ഷ്യമുണ്ട്. അതിനുവേണ്ടിയുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. നിങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ മഹത്തായ മക്കാമിനോട്, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളോട് ഹൃദയബന്ധമുള്ളവരായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കഴിയുന്ന 2 വയസ്സുള്ള ഒരു കുഞ്ഞ് ഇപ്പോഴും വളരെ പ്രയാസകരമായ അവസ്ഥയിൽ, കഴിഞ്ഞ ഉറൂസിന് നമ്മൾ ദുആ ചെയ്തു, ഇപ്പോൾ വീണ്ടും നമ്മൾ ദുആ ചെയ്യുകയാണ്. 3ഓളം സർജറികൾ കഴിഞ്ഞു, ഇപ്പോഴും പൂർണ്ണമായിട്ട് ഷിഫയായിട്ടില്ല. അള്ളാഹുവിൻ്റെ ഇറാദത്തിൽ ഷിഫയുണ്ടെങ്കിൽ എളുപ്പമാണല്ലോ. അള്ളാഹു എളുപ്പത്തിൽ ഷിഫ നൽകട്ടെ. തങ്ങളുടെ ദുആയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ധാരാളം ആളുകൾ നമുക്കറിയുന്നവരും അറിയാത്തവരുമായി എന്നോടും കമ്മിറ്റി ഭാരവാഹികളോടും ഇവിടെ മക്കാമിലും പലപ്പോഴുമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാം അള്ളാഹു അറിയുന്നവരാണ്. അള്ളാഹു നമ്മളെല്ലാം സ്വീകരിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനത്തിലുള്ള ഉസ്താദുമാരുടെ ബന്ധങ്ങളിലൊക്കെ പെട്ട സഹോദരിമാർ, വേണ്ടപ്പെട്ടവർ, സുഹൃത്തുക്കൾ പലരും രോഗം മറ്റൊക്കെ ആയിട്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും രോഗം ശിഫയാക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇവിടെ പഠനം പൂർത്തിയാക്കി നന്ദി ദാറുസ്സലാമിലേക്ക് പോകുന്ന തമീമുൽ അൻസാരി ദഅവാ കോളേജിലെ 10ഓളം വിദ്യാർത്ഥികൾ, അവർക്ക് എല്ലാ സൗകര്യവും ഈ കാലയളവിൽ നമ്മുടെ കമ്മിറ്റിയാണ് ചെയ്തു കൊടുത്തത്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ആ മക്കളുടെ അറിവ് അള്ളാഹു നാഫിയാക്കി മാറ്റട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക്, കുടുംബത്തിന്, സമുദായത്തിന് ഉപകാരപ്പെടുന്ന ഇൽമാക്കി അള്ളാഹു മാറ്റട്ടെ. ഈ കോഴ്സ് പൂർത്തിയാക്കാനും സമുദായ സമക്ഷത്തിലേക്ക് ഇറങ്ങാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 4 ഹാഫിളീങ്ങളും ഇന്നിവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഹിഫ്ളിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഉമ്മത്തിന് ഉപകാരമുള്ളവരാക്കി മാറ്റട്ടെ. മാതാപിതാക്കൾക്ക് അള്ളാഹു സർവ്വവിധത്തിലുള്ള സന്തോഷങ്ങളും നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.